തർക്കങ്ങൾക്കൊടുവിൽ കോട്ടയത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച ജോസഫ് വിഭാഗം. കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ ജോസഫ് വിഭാഗത്തിലേക്ക് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകും. ഉഭയകക്ഷി ചർച്ചകൾ പൂർത്തിയാകാത്തതിനാൽ UDFന്റെ പ്രത്യേക അനുമതിയോടെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. UDFിലെ തർക്കങ്ങൾ തുടരുന്നതിനിടെയാണ് കോട്ടയത്ത് സ്ഥാനാർത്ഥിയെ PJ ജോസഫ് പ്രഖ്യാപിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പാർട്ടിയുടെ ഡെപ്യൂട്ടി ചെയർമാനും മുൻ MP-യുമായിരിക്കുന്ന ശ്രീ ഫ്രാൻസിസ് ജോർജ് ആയിരിക്കും കോട്ടയത്തെ സ്ഥാനാർത്ഥി. ജോസഫ് വിഭാഗത്തിൽ നിന്നും നിരവധി പേരാണ് മത്സരിക്കാൻ ആഗ്രഹിച്ചത്. എന്നാൽ എല്ലാവരെയും ഒഴിവാക്കി ഫ്രാൻസിസ് ജോർജിനെ PJ ജോസഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയായിരുന്നു. ഒന്നിലേറെ പേരുകൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് ജോസഫിന്റെ മറുപടി ഇങ്ങനെ: അല്ല, അവരോടെല്ലാം ചർച്ച ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. അവസാനം സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിൽ സീറ്റ് മുഖിച്ച് രംഗത്ത് വന്ന MP ജോസഫ് വിട്ടുനിന്നതും ശ്രദ്ധേയമായി. കോട്ടയത്ത് മത്സരിക്കുന്നതിൽ അഭിമാനമുണ്ടെന്നും പാർട്ടിയും UDFും അർപ്പിച്ച അംഗീകാരം കാത്തുസൂക്ഷിക്കുമെന്നും ഫ്രാൻസിസ് ജോർജ്. എന്നിൽ പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണി അർപ്പിച്ചിട്ടുള്ള വിശ്വാസം അത് കാത്തുസൂക്ഷിച്ചുകൊണ്ട് ഈ പാർലമെന്റ് മണ്ഡലത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിക്കും വികസനത്തിനും വേണ്ടി ഐക്യജനാധിപത്യ മുന്നണിയുടെ ഈ ജില്ലയിലെ എല്ലാ നേതാക്കളോടുമൊപ്പം ചേർന്ന്, പ്രവർത്തകരോടുമൊപ്പം ചേർന്ന് ഏറ്റവും ആത്മാർത്ഥമായി സജീവമായി പ്രവർത്തിക്കും എന്നാണ് എനിക്ക് അവസരത്തിൽ വളരെ വിനയപൂർവ്വം അറിയിക്കാറുള്ളത്. കേരള കോൺഗ്രസ് MLA തോമസ് ചാഴിക്കാടനാണ് LDF സ്ഥാനാർത്ഥി. സിറ്റിംഗ് MP കൂടിയായ ചാഴിക്കാടനെ LDF നേതൃത്വം നേരത്തെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. കേരള കോൺഗ്രസ് സ്ഥാപക നേതാവ് KM ജോർജിൻ്റെ മകനാണ് ഫ്രാൻസിസ് ജോർജ്. നിലവിൽ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ കൂടിയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം കേരള കോൺഗ്രസുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പായി കോട്ടയം മാറുകയാണ്. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.